ഹായ് ഓൾ, ഗുഡ് ഈവനിങ് ഗൈസ്, ഗുഡ് ഈവനിങ് ഓൾ. സോ മാത്സ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഫിസിക്സിലേക്കാണ് കിടക്കാൻ പോകുന്നത്. പ്രഡിക്ഷൻ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം, മാറ്റർ ആൻഡ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. റെഡിയാണോ ഗൈസ് എല്ലാവരും? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ റെസ്പോൺസ് ഒന്ന് കമന്റ് ചെയ്തിട്ട് ആ ചാറ്റ് ബോക്സ് ഒന്ന് ഉഷാറാക്കി ഗൈസ്, കമോൺ. സോ ഫിസിക്സിന്റെ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് ഗൈസ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷൻ സീരീസിന്റെ ഡേ 2 ആണ് ഇന്ന്. നാളെ കൂടെ ഉണ്ട് നമുക്ക്. ഹായ്. സോ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഫയറൊക്കെ ഇട്ടൊന്ന് കത്തിക്കടാ, നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിലെ ബയോ-സാവാർട്ട് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കണം. അതിന്റെ ലോയും പഠിക്കണം. NCERT ആ ലോനെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ആ കണ്ടക്ടർ നിൽക്കുന്ന പ്ലെയിനും പൊസിഷൻ വെക്ടർ വരയ്ക്കുന്ന പ്ലെയിനും ഒക്കെ പെർപെൻഡിക്കുലർ ആണെന്നും അത് ഏത് ഷേപ്പിലാണെന്നും അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് NCERT പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ റെഫർ ചെയ്യണം. അപ്പോൾ ബയോ-സാവാർട്ട് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിക്കണം. സോ ഇവിടെ ബയോ-സാവാർട്ട് ലോ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഇക്വേഷൻ ഇടാ? മാഗ്നറ്റിക് ഫീൽഡിന്റെ B is equal to μ0I divided by 4πr sin of theta 1 plus sin of theta 2. അപ്പോൾ ആദ്യം ഇതിൽ സൈൻ തീറ്റ എന്താ നോക്കാം. നോക്കൂ, ഈ ഡിസ്റ്റൻസിലിടാ കണ്ടക്ടറിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് P വരേക്കുള്ള ഡിസ്റ്റൻസ് അത് 3D ആണ്. അത് 3D ആണ്. ഈ ഹൈറ്റ് വരുന്നത് 4D ആണ്. അപ്പോൾ ഇതിന്റെ ഹൈപ്പോട്ടനസ് വരിക 3, 4, 5 ട്രയാങ്കിൾ 5D ആണ്. അപ്പോൾ സൈൻ ഓഫ് തീറ്റ ഇവിടെയാണ് തീറ്റ വരിക. സൈൻ ഓഫ് തീറ്റ ഇസ് ഓപ്പോസിറ്റ് 4D ബൈ ഹൈപ്പോട്ടനസ് 5D. D ഗെറ്റ് ക്യാൻസൽ ഔട്ട്. അപ്പോൾ സൈൻ ഓഫ് തീറ്റ ഇസ് ഈക്വൽ ടു 4/5. അപ്പോൾ B ഈസ് ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 4π. R എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് 3D ആണ്. 3D ഇൻറ്റു സൈൻ തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ 2. ആ രണ്ട് ആംഗിളും സെയിം ആയതുകൊണ്ട് 2 ഇൻറ്റു സൈൻ തീറ്റ ഈസ് 4 ഡിവൈഡഡ് ബൈ 5. ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. 5ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 5ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 15 വരും. സോ ദാറ്റ് ഈസ് B ഈസ് ഈക്വൽ ടു 2 μ0I divided by 15πd. This is the final answer. That is option A is the right answer. മക്കളെ ക്ലിയർ ആണോ? മക്കളെ ഒന്ന് റെസ്പോണ്ട് ചെയ്യടാ. കമോൺ ഗൈസ്, ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് ഉഷാറാക്കി റെസ്പോണ്ട് ചെയ്യടാ. കമോൺ ഗൈസ്, കമോൺ. യെസ്, ക്ലിയർ ആണോടാ? നെക്സ്റ്റ് ബയോ-സാവാർട്ട് ലോന്റെ തന്നെ അപ്ലിക്കേഷനിൽ വരുന്ന അടുത്ത കോൺസെപ്റ്റ്. യെസ്. ബയോ-സാവാർട്ട് ലോന്റെ അടുത്ത അപ്ലിക്കേഷനിൽ വരുന്ന ഇൻഫിനിറ്റ്ലി ലോങ് വയറിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ, അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്. ഇവിടെ ഒരു വയറല്ല, 2 വയറുണ്ട്. അപ്പൊ 2 വയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോമൺ പോയിന്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ നെറ്റ് ഫീൽഡാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെറ്റ് ഫീൽഡ്. യെസ്, ഹായ് കിരൺ. നെറ്റ് ഫീൽഡ് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. നമ്മൾ എന്ത് ചെയ്യണം? ഹായ് റുഫൈറ്റ് സാർ. വെക്ടർ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യണം? വെക്ടർ സം എടുക്കണം. ഓക്കെ, അപ്പൊ നോക്കടാ. 2 infinitely long wire placed according to the figure, the magnitude of magnetic field at the point M, which is the midpoint of line joining 2 wires, will be. So midpoint എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. നോക്കടാ, ഒരു കണ്ടക്ടർ വെച്ചിരിക്കുന്നത് ആ പ്ലെയിനിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതായത് ഏത് പ്ലെയിനിലാണോ ഈ ഡ്രോയിങ്സ് ഒക്കെ ഉള്ളത് ആ പ്ലെയിനിൽ തന്നെയാണ് ഫസ്റ്റ് കണ്ടക്ടർ ഉള്ളത്. ആൻഡ് സെക്കൻഡ് കണ്ടക്ടർ ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആൻഡ് കറണ്ട് ഇസ് ഗോയിങ് ഇൻ ടു ദ, അവിടെ ഡോട്ട് അല്ലിട്ട്, ഡോട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻവേർഡ് ആണ് മൂവ് ചെയ്യുന്നതാണ്, ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പൊ ഇൻവേർഡ് ആണെങ്കിലും ഔട്ട്വേർഡ് ആണെങ്കിലും അവിടെ റിസൾട്ട് സെയിം ആയിരിക്കും. ബിക്കോസ് അവിടെ ഡയറക്ഷൻ വേണ്ട, മാഗ്നിറ്റ്യൂഡ് മതി. അപ്പൊ നോക്കടാ, ഇതിന്റെ രണ്ടിന്റെയും സെപ്പറേഷൻ, ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ 2a ആണ്. അപ്പൊ അതിന്റെ ഹാഫ് മതി, കാരണം മിഡ് പോയിന്റ് അല്ലേ. അപ്പൊ ദിസ് വിൽ ബി A ആൻഡ് ദിസ് വിൽ ബി ഓൾസോ A. അപ്പോൾ A ഡിസ്റ്റൻസ് ആണ്. ഈ കണ്ടക്ടറിൽ കറണ്ട് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം കറണ്ടിന്റെ ഡയറക്ഷനിൽ തമ്പ് വെച്ച് റെസ്റ്റ് ഫിംഗേഴ്സ് കേൾ ചെയ്താൽ ഇവിടെ ഇൻവേർഡ് ആണ് ഒരു ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുക ഇൻ ടു ദ പ്ലെയിൻ. ഇനി രണ്ടാമത്തെ ഡയറക്ഷൻ കിട്ടുക ഈ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഈ കണ്ടക്ടറിൽ കറണ്ട് പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ തമ്പ് പുറത്തേക്ക് വെച്ചിട്ട് ഫിംഗേഴ്സ് കേൾ ചെയ്താൽ ഇങ്ങനെയാണ് ഫിംഗേഴ്സ് കേൾ ആവുക. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ടാൻജന്റ് വരച്ചാൽ ഇവിടെ താഴേക്ക് വരും. നമുക്ക് ബ്ലാക്കിൽ വേറെ കളറിൽ മാർക്ക് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് താഴേക്ക് വരും ആൻഡ് ഹിയർ ഇറ്റ് ഇസ് ഇൻ ടു ദ പ്ലെയിൻ.
സോ രണ്ട് ഫീൽഡിന്റെ ഇടയിലുള്ള ആംഗിൾ 90 ആണ്. ഒന്നിനെ ബി, രണ്ടാമത്തതും ബി, രണ്ടും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. രണ്ടാമത്തോ ബി ആണെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ബി നെറ്റ് ഈസ് ഈക്വൽ ടു √2 ടൈംസ് ബി. സോ ബി നെറ്റ് ഈസ് ഈക്വൽ ടു √2 ടൈംസ് ഒരു ഫീൽഡ് വരിക ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആയതുകൊണ്ട് μ0I ഡിവൈഡഡ് ബൈ 2π ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് കണ്ടക്ടർ ഇസ് എ. സോ 2πa. അപ്പോൾ √2 ഇൻറ്റു μ0I ബൈ 2πa ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഇല്ല എങ്കിൽ നോക്കൂ, അവർ ഈ √2 ഡിവൈഡഡ് ബൈ 2 കണ്ടോ. √2 ഡിവൈഡഡ് ബൈ 2നെ നമുക്ക് μ0I ഡിവൈഡഡ് ബൈ 2 ബൈ √2 നമുക്ക് √2 ബൈ 2 നമുക്ക് 1 ബൈ √2 എന്ന് എഴുതാം. അപ്പോൾ √2πa. √2πa, that is option D is the right answer. Clear അല്ലേ? ഓപ്ഷൻ ഡി is the right answer. ക്ലിയർ അല്ലടാ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? അടുത്തത് എഗെയിൻ ബയോട്സ് ലോ. ഇതൊക്കെ ബയോട്സ് ലാവത്തിലൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അപ്രോച്ച് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻസിന്റെ ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബയോട്സ് ലാവത്തിലൊന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ബയോട്സ് ലാവത്തിൽ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഏത് ഷിഫ്റ്റിലാണെങ്കിലും മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ബയോട്സ് ലാവത്തിലൊന്നും ക്വസ്റ്റ്യൻ ഇല്ലാതിരിക്കില്ല. ഇറ്റ്സ് 100% ഷുവർ. അടുത്ത നോക്കണം. The value of I so that the magnetic field at R is 0. R എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാ നോക്കുക? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആവണം. അവിടെ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആവുക? അവിടെ നെറ്റ് ഫീൽഡാണ് 0 ആവേണ്ടത്. നെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ 2 കണ്ടക്ടർ ഉണ്ട്. ഈ 2 കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ റിസൾട്ടന്റ് വാല്യൂ 0 ആവണം. അപ്പൊ നോക്ക്, ഒന്നാമത്തെ കണ്ടക്ടർ, ഈ കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ അതിൽ കറണ്ട് I ആണ്. കറണ്ട് ഇൻ ടു ദ പ്ലെയിൻ ആണ് പോകുന്നത്. അപ്പൊ ഇൻ ടു ദ പ്ലെയിൻ നമ്മൾ ഫിംഗർ വെച്ചിട്ട് തമ്പ് വെച്ചിട്ട് ഫിംഗേഴ്സ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ടാൻജന്റ് വരച്ചാൽ വെർട്ടിക്കലി ഡൗൺവേർഡ്. ഇനി നോക്കൂ, ഇവിടെ ഇവിടെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ അല്ലേ? യെസ്, ഇവിടെ ഡോട്ട് ആണ്. ഡോട്ട് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. അവിടെ ഔട്ട് ഓഫ് ദ പ്ലെയിൻ തമ്പ് വെച്ചിട്ട് ഫിംഗേഴ്സ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ കേൾ ഇങ്ങനെ വരും. മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി അപ്വേർഡ്സ്. ഇനി നോക്കടാ, ഇവിടെ ഇൻ ടു ദ പ്ലെയിൻ ആണ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പൊ തമ്പ് ഇൻ ടു ദ പ്ലെയിൻ, തമ്പ് ഫിംഗർ കുത്തി വെച്ചിട്ട് ഫിംഗേഴ്സ് കേൾ ചെയ്ത് കഴിഞ്ഞാൽ കേളിങ് ഇങ്ങനെയാണ് വരിക. സോ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഡൗൺവേർഡ്സ്. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ അത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡും കൂടെ ആയാൽ നെറ്റ് ഫീൽഡ് 0 ആയി പോകും. അപ്പോൾ I കറണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡ് 2 മീറ്ററിലും 2.5 I കറണ്ടിന്റെ 2.5 ആംപിയർ കറണ്ടിന്റെ മാഗ്നറ്റിക് ഫീൽഡ് 5 മീറ്റർ ഡിസ്റ്റൻസിലുമാണ്. സോ നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇതൊന്ന് ബി, ഇത് ബി മൈനസ് ബി, രണ്ടും ആഡ് ചെയ്താൽ 0 കിട്ടും. സോ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് B1 B2 എന്ന് എഴുതാം. B1 is equal to B2. അപ്പോൾ B1 is μ0I divided by 2π into 2 should be balanced by μ0 2.5 divided by 2π, ഡിസ്റ്റൻസ് എത്ര? 5. അപ്പോൾ 2π ക്യാൻസൽ ചെയ്തു, μ0 ക്യാൻസൽ ചെയ്തു, 2.5ഉം 5ഉം ക്യാൻസൽ ചെയ്താൽ താഴെ 2 വരും, 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു, എല്ലാം ക്യാൻസൽ ആയി പോയാൽ അവിടെ 1 വരും. സോ കറണ്ട് ഇസ് ഈക്വൽ ടു 1 ആംപിയർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഹലോ 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 ഹായ്. യാ എക്സാക്ട്ലി ക്ലിയർ അല്ലടാ? ക്ലിയർ അല്ലേ മക്കളെ? അടുത്തതിലേക്ക് പോട്ടെ. എഗെയിൻ മാഗ്നറ്റിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള അടുത്ത സിറ്റുവേഷൻ ആണ്. Two identical coil carrying equal current have a common center and their plane are right angle to each other. അപ്പോൾ two identical coil carrying equal current, carrying equal current, common center, having common center and the plane of the coils are right angle to each other. അപ്പോൾ ഒരു കോയിൽ ഇങ്ങനെ ഉണ്ടാവും, അടുത്ത കോയിൽ ഇങ്ങനെ ഉണ്ടാവും. ഈ പ്ലെയിൻ എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പ്ലെയിൻ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒരു റിങ് നിൽക്കുന്നത്, ഞാനിപ്പോൾ നിങ്ങൾ ക്ലാസ് കാണുന്ന സ്ക്രീനില്ലേ, ആ പ്ലെയിനിലാണ് ഒരു റിങ് നിൽക്കുന്നത്. രണ്ടാമത്തെ റിങ് നിൽക്കുന്നത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയ പ്ലെയിനിലാണ് രണ്ടാമത്തെ റിങ് നിൽക്കുന്നത്. അതിന്റെ ഡയഗ്രാം മനസ്സിലായോ മക്കളെ? ഡയഗ്രാം മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ലൂപ്പ് നിൽക്കുന്നത് ഈ പ്ലെയിനിലാണ്. അപ്പോൾ അതിന്റെ ഫീൽഡ് ഉണ്ടാവുക ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, വിച്ച് മീൻസ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവും. ഒന്നുകിൽ ഇങ്ങനെ പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഇതിന്റെ ഈ സൈഡിലേക്ക് വരും. എനിവേ ഡയറക്ഷൻ വിഷയമല്ല. ക്ലിയർ ആണോ? ഇനി ഈ ലൂപ്പ് കണ്ടോ, ദിസ് വൺ, ഇതിന്റെ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വരിക? ആ ലൂപ്പ് നിൽക്കുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടുന്ന് റേഡിയലി ഔട്ട്വേർഡ് ഇങ്ങനെ വരും. സോ ദിസ് ഇസ് ദ
angle between these two field, idu B, and they are right angle to each other. So net field B net is equal to root 2 times of B ആയിരിക്കും. നമുക്ക് വേണ്ടത് find the ratio of magnitude of this resultant magnetic field at the center of the field due to one coil. അപ്പം the ratio of resultant magnetic field at the the ratio of magnitude of the resultant magnetic field at the center of the coil and the field due to one coil. അപ്പോൾ B net divided by B is equal to root 2. അപ്പോൾ root 2 is to 1. That is option D is the right answer. വെരി ഗുഡ് ക്ലിയർ. അടുത്ത നോക്കൂ, ഇനി ഇത് സ്ട്രെയിറ്റ് വയറും കേർവ്ഡ് വയറിൻ്റെ ഒക്കെ കോമ്പിനേഷൻ ആണ്. നോക്കൂ, ഇൻ ദ ഗിവൺ ഫിഗർ വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫീൽഡ് ഇൻഡക്ഷൻ അറ്റ് ദ പോയിന്റ് O. ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ നെറ്റ് ഫീൽഡാണ് നമുക്ക് വേണ്ടത്. O എന്ന് പറഞ്ഞ പോയിന്റിൽ നെറ്റ് ഫീൽഡ്. ഇവിടെ നോക്കൂ, ഈ സ്ട്രെയിറ്റ് വയർ കണ്ടോ, ഈ സ്ട്രെയിറ്റ് വയറിന്റെ ഫീൽഡ് ഈ പോയിന്റിൽ ആക്സിയൽ പോയിന്റ് ആണ്. ഈ സ്ട്രെയിറ്റ് വയറിന്റെ ആക്സിയൽ പോയിന്റ് ആണ് O. അത് കാരണം സ്ട്രെയിറ്റ് വയർ കാരണം ഫീൽഡ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ സ്ട്രെയിറ്റ് വയർ കാരണം എന്തുണ്ടാവില്ല, ഫീൽഡ് ഉണ്ടാവില്ല. പിന്നെ അവിടെ ഫീൽഡ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ളത് ഈ സെമി സർക്കുലർ ആർക്ക് കാരണം ഫീൽഡ് ഉണ്ടാവുന്നു. അതിന്റെ ഡിറക്ഷൻ എങ്ങനെ വരിക, ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന നോക്കൂ, ഈ ഡയറക്ഷനിലല്ലേ. അപ്പൊ ഇത് ഏതാണ്, ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്? ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്? ക്ലോക്ക് വൈസ് ആണ് ഇൻവേർഡ്, ആന്റി ക്ലോക്ക് വൈസ് ആണ് ഔട്ട്വേർഡ്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആണ് ഇവിടെ ഡിറക്ഷൻ ഓഫ് കറണ്ട്, ആന്റി ക്ലോക്ക് വൈസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ്. ഓക്കെ, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ബി ഔട്ട് ആണ്. ബി ഔട്ട് ഈസ് ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 2R. ആർ എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ്. ഇവിടെ സ്മോൾ ലെറ്റർ ആർ ആണ് ഓപ്ഷൻ്റെ അകത്തുള്ള, അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ ആർ യൂസ് ചെയ്യാം. റെഡി, അടുത്ത നോക്കൂ, ഈ സ്ട്രെയിറ്റ് സെഗ്മെന്റ്, ഈ സ്ട്രെയിറ്റ് സെഗ്മെന്റ് ഗോയിങ് അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇത് ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആണ്. ഇൻഫിനിറ്റ്ലി ലോങ് വയറിന്റെ നിയർ എൻഡിൽ നിന്നും 6 ഡിസ്റ്റൻസ്, 6 ഡിസ്റ്റൻസ് അകലെയാണ് ഈ പോയിന്റ് വരുന്നത്. നിയർ എൻഡിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെ. അപ്പോൾ സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയറിന്റെ നിയർ എൻഡിൽ നിന്നും 6 ഡിസ്റ്റൻസ് മുകളിലുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഡയറക്ഷൻ നോക്കുമ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം റൈറ്റ് ഹാൻഡ് ഇങ്ങോട്ടേക്ക് വെച്ചാൽ റെസ്റ്റ് ഫിംഗേഴ്സ് ഇങ്ങനെ വരും. അത് പുറത്തേക്കാണ് കേൾ ചെയ്യുക. പുറത്തേക്ക് കേൾ ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഔട്ട്വേർഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0I, സെമി ഇൻഫിനിറ്റ്ലി ലോങ് അല്ലേ, 4πr. അപ്പൊ നെറ്റ് ഫീൽഡ് കാണാൻ ഇത് രണ്ടും ആഡ് ചെയ്യാം. μ0I by 2R പ്ലസ് μ0I ഡിവൈഡഡ് ബൈ 4πr. μ0I by 2R പ്ലസ് μ0I by 4πr. അതിൽ μ0I പുറത്ത് അങ്ങനെയല്ലല്ലോ ഓപ്ഷൻ, പുറത്തേക്ക് എടുക്കണ്ട, കോമൺ ടേം പുറത്തെടുക്കാണ്ടല്ലേ ആൻസർ വരുന്നത്. സോ ബി ഈസ് ഈക്വൽ ടു μ0I by 2R പ്ലസ് μ0I by 4πr. μ0I by 2πr, μ0I by 4πr പ്ലസ് μ0I by, ഇത് സെമി ഇൻഫിനിറ്റ്ലി ലോങ് വയർ അല്ലേ, അപ്പോൾ μ0I by 2R ഇൻറ്റു 1/2 എന്ന് വരും. അപ്പോൾ ഇവിടെ ഇൻറ്റു 1/2, യെസ്. അപ്പോൾ ഇവിടെ 4 ആണ് വരിക, അപ്പോൾ ഇവിടെ 4 വരും. അപ്പോൾ μ0I by 4R പ്ലസ് μ0I by 4πr. μ0I by 4R പ്ലസ് μ0I by 4πr. ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലടാ? നെക്സ്റ്റ് നോക്ക്, എ ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് റേഡിയസ് A carries a current distributed uniformly over the cross section. The ratio of magnetic field due to the wire at a distance A/3 and 2A respectively from the axis. അപ്പോൾ നോക്കൂ, ഇത് ലോങ് സ്ട്രെയിറ്റ് വയർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ആണ്. കണ്ടക്ടർ സോളിഡ് ആണ് എപ്പോഴും. കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അത് സോളിഡ് സിലിണ്ടർ ആണ്. അപ്പോൾ ദിസ് ഇസ് എ സോളിഡ് സിലിണ്ടർ. ഞാൻ കുറച്ച് വലുതാക്കി വരയ്ക്കാം. ഒരു സോളിഡ് സിലിണ്ടർ. ഞാൻ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളെ കണ്ടക്ടിങ് വയറാണ്, പക്ഷേ എങ്കിൽ ആ വലുപ്പത്തിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വലുതാക്കി വരയ്ക്കുന്നുണ്ട്. മക്കൾ ശ്രദ്ധിച്ചു കേട്ടു. നോക്കൂ, ഇതിന്റെ റേഡിയസ് A ആണ്. ഇനി ഇതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനില്ലേ, ദിസ് ഇസ് ദ ആക്സിസ്. അപ്പൊ റേഡിയസ് A ആണ്. ഉള്ളിലുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ, ഉള്ളിലേക്കുള്ള ഡിസ്റ്റൻസ് R ആണെങ്കിൽ ഉള്ളിലുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ μ0I into R divided by 2π R square.
ഇത് ഇൻസൈഡ് പോയിന്റിലെ ഫീൽഡാണ്. ഇനി ഔട്ട്സൈഡ് പോയിന്റിലെ ഫീൽഡ്, ഔട്ട്സൈഡ് പോയിന്റിലെ ഫീൽഡ് ഇസ് ഈക്വൽ ടു μ0 I ഡിവൈഡഡ് ബൈ 2πr. ഔട്ട്സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ആറ്. ഔട്ട്സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ആറ്. ഇൻസൈഡിലുള്ള പോയിന്റ് ആകുമ്പോൾ ആക്സിസിൽ നിന്നും ഇൻസൈഡ് പോയിന്റിലേക്കുള്ള ആ ഡിസ്റ്റൻസ് ഇല്ലേ, അതാണ് ഇവിടെ സ്മോൾ ലെറ്റർ ആറ്. ദെൻ ഇതിന്റെ ആക്ച്വൽ റേഡിയസ് ആണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ R² എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ R മസ്റ്റ് ബി ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്മോൾ ലെറ്റർ R. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് റേഡിയസ് A ആണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരേണ്ടത് A/3 ആണ്. A/3 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിന്റെ ആക്സിസിൽ നിന്നും A/3 ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഉൾഭാഗത്താണ്. അപ്പോൾ B ഇൻസൈഡ് ആണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ B ഇൻസൈഡ് ഇസ് ഈക്വൽ ടു μ0 I ഇൻറ്റു ഇൻസൈഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് A/3 ഡിവൈഡഡ് ബൈ 2πa². അപ്പോൾ എയും A²യും ക്യാൻസൽ ചെയ്താൽ B ഇൻസൈഡ് is equal to μ0 I divided by 3 into 2πa. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്സൈഡ് is equal to μ0 I divided by 2π into ഔട്ട്സൈഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? 2a ആണ്. 2a. അപ്പോൾ 2a കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ μ0 I ക്യാൻസൽ ആവും. 2πa ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ 1/3 ഡിവൈഡഡ് ബൈ 1/2 വരും. 2 മുകളിലേക്ക് പോകും. അപ്പോൾ 2/3 എന്ന് വരും. ദിസ് ഇസ് ദ റേഷ്യോ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. എക്സാക്ട്ലി. ഐ ലവ് യു സർ. ഐ ലവ് യു ടു ബ്രോ. അജയ്, ക്ലിയർ ആണോടാ? ആൻഡ് നെക്സ്റ്റ് സോളിനോയിഡിന്റെ ക്വസ്റ്റ്യൻ നോക്കടാ. എ ലോങ് സോളിനോയിഡ് ഓഫ് റേഡിയസ് 1 millimeter has 100 turns per millimeter. If a current of 1 ampere flowing in the solenoid, the magnetic field strength at the center of the solenoid is. അപ്പോൾ സോളിനോയിഡിന്റെ സെന്ററിലെ ഫീൽഡാണ് നമ്മോട് ചോദിച്ചത്. അപ്പോൾ നോക്കൂ, ഇതാണ് സപ്പോസ് സോളിനോയിഡ് എന്ന് വിചാരിച്ചോ. ലോങ് സോളിനോയിഡ് ആണ്. സോളിനോയിഡിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റ് ആയിട്ട് വരും. മിഡ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് μ0 Ni. അതിൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ ബി ഈസ് ഈക്വൽ ടു μ0 4π ഇൻറ്റു 10⁻⁻⁷ ഇൻറ്റു n നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. നമ്പർ ഓഫ് ടേൺസ് 1000 പെർ മില്ലിമീറ്റർ ആണ്. പെർ മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ ഇൻറ്റു കറണ്ട് 1 ആംപിയർ അല്ലേ? യെസ്. 10⁻³ മുകളിലേക്ക് പോയാൽ +3 ആവും. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു ആ +3യും പിന്നെ ഈ 2 0 ഇല്ലേ, അതും കൂടെ കയറി വരുമ്പോൾ +5 ആവും. അപ്പോൾ 10⁻5ഉം 10⁻7ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് 10⁻² എന്ന് കിട്ടും. 4π ഇൻറ്റു 10⁻², ദാറ്റ് ഇസ് 12.56 ഇൻറ്റു 10⁻². ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റും ഒക്കെ ക്ലിയർ ആണോ? അടുത്തത് ചെയ്യട്ടെ, അടുത്തത് പറയട്ടെ. അടുത്തത് നമ്മൾ മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഇത്രയും ബയാഡ്-സാവാർട്ട് ലോന്റെയും ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ അപ്ലിക്കേഷൻസ് ആണ്. ഇതും ആംബിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ അപ്ലിക്കേഷനാണ് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. നൗ വി ആർ ഗോയിങ് ടു മോഷൻ ഓഫ് ചാർജ് പാർട്ടിക്കിൾ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിലൂടെ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴുള്ള ഫിസിക്സ്. എ പ്രോട്ടോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ ഓഫ് സെയിം വെലോസിറ്റി എൻറ്റർ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് which is acting perpendicular to their direction of motion. The ratio of circular path described by the alpha particle to the proton. അപ്പോൾ നോക്കൂ, ഒരു ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്താൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് സർക്കുലർ മോഷൻ. ആ സർക്കുലർ മോഷന്റെ റേഡിയസ് എന്തായിരുന്നുടാ? mv ഡിവൈഡഡ് ബൈ qb. അപ്പോൾ റേഡിയസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഫസ്റ്റ് പ്രോട്ടോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ നമുക്ക് റേഷ്യോ ഉണ്ട്. റേഷ്യോ ഓഫ് സർക്കുലർ പാത്ത് ഡിസ്ക്രൈബ് ബൈ ദ ആൽഫ പാർട്ടിക്കിൾ ടു ദ പ്രോട്ടോൺ ആണ്. അപ്പോൾ ആൽഫന്റെ റേഡിയസ് അവർ സെയിം വെലോസിറ്റി ആണ്. ആൽഫയുടെ മാസ് 4 times ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ, വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആൽഫയുടെ ചാർജ് 2 times ഓഫ് ചാർജ് ഓഫ് പ്രോട്ടോൺ ഇൻറ്റു എൻ്റർ ചെയ്യുന്ന സെയിം മാഗ്നറ്റിക് ഫീൽഡിലാണ്. നെക്സ്റ്റ് റേഡിയസ് ഓഫ് പ്രോട്ടോണിന്റെ മാസ് m ആണ്. പ്രോട്ടോണിന്റെ വെലോസിറ്റി v. പ്രോട്ടോണിന്റെ ആൽഫന്റെ വെലോസിറ്റി സെയിം ആണ്. പ്രോട്ടോണിന്റെ മാസ്, പ്രോട്ടോണിന്റെ ചാർജ് q, പ്രോട്ടോൺ എൻ്റർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് സെയിം ഫീൽഡ് b. അപ്പോൾ mv by qb ക്യാൻസൽ ആവും. അപ്പോൾ 4ഉം 2ഉം കട്ട് ചെയ്ത് പോയാൽ നമുക്ക് 2/1 വരും. ദാറ്റ് ഇസ് 2:1. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോടാ മക്കളെ? ചെയ്ത് മനസ്സിലായോ? ചെയ്ത് ക്ലിയർ ആണോ? സോ ആദ്യത്തെ സെറ്റിലെ 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവാൻ പോവാണ്.
ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, 10ാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്. പ്രോട്ടോൺ, ഡ്യൂട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ with the same kinetic energy enter into uniform magnetic field right angle to the magnetic field. The ratio of the radii of their respective circular path is. സർക്കുലർ പാത്തിന്റെ റേഡിയസിന്റെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ നോക്കൂ, പ്രോട്ടോൺ, ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ ഒരേ കൈനറ്റിക് എനർജിയാണ്. അപ്പൊ റേഡിയസിന്റെ ഇക്വേഷൻ എം വി ഡിവൈഡഡ് ബൈ ക്യൂ ബി ആണ്. അപ്പൊ റേഡിയസ് ഈസ് ഈക്വൽ ടു എം വി എന്ന് പറയുന്നത് മൊമെന്റം ആണ്, മൊമെന്റം ഡിവൈഡഡ് ബൈ ക്യൂ ബി. മൊമെന്റം പി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ക്യൂ ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇനി നമുക്ക് ഇവിടെ റേഷ്യോ എന്നാണ് നോക്കേണ്ടത്. സി, പ്രോട്ടോൺ, ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ വിത്ത് സെയിം കൈനറ്റിക് എനർജി എൻ്റർ ഇൻ എ യൂണിഫോം